തെക്കേ ഛത്തീസ്ഗഡിലെ വേദാന്ത പവർ പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 15 മരണം, 40ഓളം തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൂടുതൽ തൊഴിലാളികൾ പ്ലാന്റിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം? ശ്രീജ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 50-നടുത്ത് തൊഴിലാളികൾ ഈ അപകട സമയത്ത് പ്ലാന്റിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയായിരുന്നു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായി ഈ സ്ഫോടനം സംശയിക്കുന്നത് ഇതിന്റെ പ്ലാന്റിലെ ബോയിലറിന്റെ ട്യൂബിലുണ്ടായ സമ്മർദ്ദം കാരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 50ഓളം പേരുണ്ടായിരുന്ന ഈ തൊഴിലാളികളിൽ സ്ഫോടനത്തിൽ 10 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 15 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട് എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ 15 പേരുടെയും നില ഗുരുതരമാണ്. ഏകദേശം 50ഓളം പേരുള്ളതിൽ ഇനിയും നിരവധി പേർ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് സംശയം ഉയരുകയാണ്. കാരണം സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ വലിയ രീതിയിൽ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കി ഫാക്ടറിക്ക് പുറത്തേക്ക് ഓടി ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനിടയിൽ ഒരു സ്റ്റാമ്പേഡ് പോലെ അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ട് നിരവധി പേർക്ക് അത്തരത്തിലും പരിക്കേറ്റിട്ടുണ്ടാകാം എന്ന ചില സംശയങ്ങളുണ്ട്. നിലവിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെ രക്ഷാപ്രവർത്തനം അല്പം പൂർണ്ണ വേഗത കൈവരിക്കാൻ അല്പസമയം കൂടി എടുക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനിയും അകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യ ഉയർന്നേക്കാം എന്ന ഒരു ദുഃഖകരമായ വസ്തു കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ഈ സ്വാഭാവികമായും ഒരു പവർ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലത്തുമായിരിക്കുമല്ലോ വിഷ്ണു. ഈ എത്രത്തോളം തൊഴിലാളികൾ ഉള്ളൊരു പ്ലാന്റ് ആണിത്? ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തി ജില്ലയിലാണ് ഈ പവർ പ്ലാന്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ അപകട സമയത്തുള്ള തൊഴിലാളികളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളത്. 50ഓളം തൊഴിലാളികൾ ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി എല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ പലയിടത്തും വൈശാഖി ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള അവധികൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പവർ പ്ലാന്റിൽ ഇന്ന് പൂർണ്ണ തോതിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. എന്ത് തന്നെയായാലും ഇപ്പോഴും നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 15 പേർക്ക് പരിക്കേൽക്കുകയും 10 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. ആകെ 25 പേരുടെ കണക്കുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഏകദേശം 50ഓളം പേര് ഈ അപകടം നടക്കുമ്പോൾ ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിലാണ് ഈ വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നത്. അതേസമയം മറ്റുള്ള വഴികളിലൂടെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അറിയില്ല. ആ കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്ഫോടനമുണ്ടായ ബോയിലർ ഉൾപ്പെടെ നിർവീര്യമാക്കേണ്ടതുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ശ്രീജ.